നമസ്കാരം. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ TCV പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഭീതിയോടെ കാണുന്ന ഒരുപാട് അസുഖങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. ഇന്ന് ലൈഫ് ലൈനിൽ ചർച്ച ചെയ്യുന്നത് ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നവജീവൻ ഹോമിയോ ക്ലിനിക് ആൻഡ് റിസർച്ച് സെൻറ്റർ ചേലക്കരയിലെ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ സാറാണ്. നമസ്കാരം ഡോക്ടർ, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. നമസ്കാരം. ഫെബ്രുവരി 4 എന്നുള്ളത് വേൾഡ് ക്യാൻസർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് അല്ലേ? ശരിക്കും ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ആചരിക്കുന്നതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നാണ് ഡോക്ടർക്ക് തോന്നുന്നത്? ഒരുപക്ഷെ ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു ദിവസം തന്നെയാണ് ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. കാരണം ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വലിയ മഹാവ്യാധിയാണ് ക്യാൻസർ. ലോകത്ത് തന്നെ ഏകദേശം 40 മുതൽ 70% വരെ ക്യാൻസർ രോഗികൾ, അതായത് മരണനിരക്ക് ക്യാൻസർ മൂലമാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ദേശീയ ഒരു ശരാശരി 2.5 ദശലക്ഷം ക്യാൻസർ രോഗികൾ പ്രതിവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 7 ലക്ഷം പേർ മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ പ്രതിദിനം 1300 രോഗികൾ ക്യാൻസർ മൂലം മരണമടയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. കാരണം കേരളത്തിലും ക്യാൻസർ രോഗികൾ, കാരണം നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് സാംസ്കാരികപരമായിട്ട് ഒക്കെ ഉന്നതിയിലായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക ക്യാൻസർ ഉള്ള ഒരു സംസ്ഥാനമായി 2ാം സ്ഥാനമാണ് കേരളത്തിൽ. ഏറ്റവും കൂടുതലുള്ളത് മിസോറാമിലാണ്. കേരളത്തിൽ 2ാം സ്ഥാനമാണ്. ക്യാൻസർ ശരാശരി ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ നമുക്ക് ഈ ക്യാൻസർ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും കൂടുതൽ രോഗികൾ വരുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് ഇതിലൊരു വലിയൊരു ക്യാമ്പയിനിങ് സമൂഹത്തിൽ നൽകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഈ ക്യാൻസർ ദിനം എന്നുള്ളത് സമൂഹത്തിൽ നമുക്കൊരു ക്യാൻസർ അവയർനെസ്, ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ പങ്കാളിത്തം എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരു ക്യാമ്പയിനിങ് നടത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ ഒരു കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സാറ് ഇന്ത്യയിലത്തെ കാര്യം കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ദിനം പ്രതി ക്യാൻസർ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ചർച്ചകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ക്യാൻസർ എന്നുള്ളത്. ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? ക്യാൻസറിൻ്റെ പ്രധാനമായിട്ട് ക്യാൻസറിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത്, അതിലൊരു അവയർനെസ് സമൂഹത്തിന് നൽകുക എന്നുള്ളതും അതുപോലെ തന്നെ ഇത് പിടിപെട്ട രോഗികൾക്ക്, കാരണം ഇത് എപ്പോൾ ചികിത്സിക്കണം, എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ച് ഒരു വലിയ ധാരണ സമൂഹത്തിൽ ഇല്ലാത്തത് കാരണമാണ് ടു ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇന്ന് സമൂഹം അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടേഴ്സും ഒക്കെ ഇന്ന് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പല രോഗങ്ങളും അതുപോലെ തന്നെ എസ്പെഷ്യലി ക്യാൻസേഴ്സ് നമുക്ക് മാറ്റിയെടുക്കാനും പൂർണ്ണ സൗഖ്യം നൽകുവാനും സാധിക്കുന്ന ഒരു ചികിത്സാ സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് കാരണം കേരളത്തിൽ തന്നെ ദേശീയ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതുപോലെ തന്നെ ക്യാൻസർ നല്ല രീതിയിൽ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് ഇന്ന് സമൂഹം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു ഏർലി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ നേരത്തെ കണ്ടെത്തുക എന്ന് അല്ലേ? ഏതൊരു രോഗത്തിൻ്റെയും അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നേരത്തെ കണ്ടെത്തുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് നമുക്ക് ശരിക്കും ഇത് അറിയുന്നത്? സമൂഹത്തിൽ ഏറ്റവും അറിയേണ്ട ഒരു കാര്യമാണ്. സമൂഹത്തിലിത് കാരണം ഇങ്ങനൊരു അവയർനെസ് നൽകണം. കാരണം പലർക്കും ഇത് നമ്മൾ നേരത്തെ കണ്ടെത്താതിരിക്കുന്നത് മൂലം അല്ലെങ്കിൽ വളരെ ഒരു 2ാമത്തെ 3ാമത്തെ സ്റ്റേജിലാണ് പലപ്പോഴും ഡോക്ടറെ സമീപിക്കുന്നത്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം പ്രാഥമികമായിട്ട് നമ്മൾക്ക് നിരന്തരമായിട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സ്ഥായിയായിട്ടുള്ള തലവേദന ഉള്ള ഒരു രോഗിയാണ്. അപ്പോൾ നമ്മൾ തലവേദനയ്ക്ക് കുറേ കാലം മരുന്ന് കഴിച്ചു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിനോടുകൂടി വെർട്ടിഗോ, തലവേദന, അതുപോലെ തന്നെ തല തിരിച്ചിലുണ്ടാവുന്നു, കണ്ണിന് ചില മങ്ങൽ അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ള ഇപ്പോൾ മൈഗ്രെയിനൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചികിത്സിക്കാം. പക്ഷേ ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞതിന് ശേഷം ഇതിന് സ്ഥായിയായിട്ടുള്ള മാറ്റം കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു വിദഗ്ധ ഡോക്ടറുടെ, അതുപോലെ ഇപ്പോൾ MRI സ്കാനിങ് പോലുള്ളത്, അതുപോലെ തന്നെ ബ്രെയിനിൽ എന്തെങ്കിലും മുഴകളോ ദശകളോ വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് നമുക്ക് വിദഗ്ധ ഡോക്ടറുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വായിൽ സ്ഥായിയായിട്ട് കാണുന്ന വ്രണങ്ങൾ സ്ഥായിയായിട്ടുള്ളത്,
അതുപോലെ തന്നെ ദഹന പ്രക്രിയയിൽ സ്ഥിരമായിട്ടുള്ള വോമിറ്റിങ്, അതുപോലെ തന്നെ ഛർദി, അതുപോലെ തന്നെ മലബന്ധം, അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ, പിന്നെ മൂത്ര തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇടവിട്ടുകൊണ്ടുള്ള മൂത്രം, അതുപോലെ മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചോളം ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന ചെറിയ മുഴകൾ, അതുപോലെ ചിലപ്പോൾ മാസമുറയോട് ഉള്ളതായിരിക്കാം. അതുപോലെ തന്നെ അല്ലാതെയും ഉണ്ടാകുന്ന മുഴകൾ, വേദനകൾ, കല്ലിപ്പ്, ഇതൊക്കെ തന്നെ നമ്മൾ നിരന്തരം കാണുന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതെന്താണ്, ഇത് ക്യാൻസറിലേക്കുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിനുള്ള ഒരു എന്താ പറയുക പ്രാഥമിക ടെസ്റ്റുകൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പുകളൊക്കെ ധാരാളം പല NGO സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലും തന്നെ ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പുകൾ ഇന്ന് ആ ഒരു സംവിധാനം ഇന്ന് സമൂഹത്തിലുണ്ട്. ഇത് പല ജനങ്ങൾക്കും അറിയില്ല. നമുക്ക് നേരത്തെ കണ്ടെത്താൻ ഉള്ള സംവിധാനം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മൂത്ര തടസ്സമുള്ള ഒരു രോഗിയാണ്, ഇപ്പോൾ ഒരു 55-60 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് മൂത്രം. ഇപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് യൂറിൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തുള്ളിയായിട്ട് പോകുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയും, പുരുഷന്മാർക്കുള്ള പുരുഷഗ്രന്ഥി വീക്കം. ഇത് പുരുഷഗ്രന്ഥി വീക്കത്തിന്, കാരണം പുരുഷഗ്രന്ഥി വീക്കം എന്ന് പറഞ്ഞാൽ ഒരു മുഴ മാത്രമാണ്. ഇത് ക്യാൻസറിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ മാറുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രോസ്റ്റാറ്റിക് സ്പെസിമെൻ ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു ചെക്കപ്പ്, ബ്ലഡ് ചെക്കപ്പാണ്. ഇത് നമുക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസറിൻ്റെ ടെൻഡൻസിയിലേക്ക് പോകുന്നുണ്ടോ നമുക്ക് അറിയാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്യാൻസർ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റിൽ മാമറി, ഇപ്പോൾ ഫൈബ്രോഅഡിനോമ എന്ന് പറയുന്ന ഒരു ബിനൈൻ ട്യൂമറാണ്. വലിയ നിർദോഷകാരിയായിട്ടുള്ള ട്യൂമേഴ്സിനെ ബിനൈൻ ട്യൂമേഴ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇത് ക്യാൻസറിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് മാമോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കാനിങ്ങിലൂടെ, അതുപോലെ തന്നെ അൾട്രാസോണോഗ്രാഫി, മാമോഗ്രാം പോലുള്ള ചെക്കപ്പുകളും, അതുപോലെ തന്നെ ഫൈൻ നീഡിൽ ആസ്പിറേറ്റീവ് കൾച്ചർ FNAC എന്ന് പറയുന്ന ബയോപ്സി ടെസ്റ്റിലൂടെ നമുക്ക് ബ്രസ്റ്റിലെ ഈ മുഴ ക്യാൻസറിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും. പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും ഇന്ന് കമ്മ്യൂണിറ്റിയിൽ കാണുന്ന വേറൊന്നാണ് തൈറോയിഡ് എൻലാർജ്മെൻറ്റ്, ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരള സമൂഹത്തിലെ ഏറ്റവും എന്താ പറയേണ്ട സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തൈറോയ്ഡ് രോഗികൾ. ഇത് തന്നെ ഈ തൈറോയ്ഡ് മുഴ ക്യാൻസറിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന അത് ഒരു ബ്ലഡ് ചെക്കപ്പ്, അതുപോലെ തന്നെ മൈക്രോസോമൽ ആൻറ്റിബോഡി, ചില ആൻറ്റിബോഡികൾ ഒക്കെ നമ്മൾ ബ്ലഡിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ക്യാൻസറിലേക്ക് പോകുന്നുണ്ടോ നമുക്ക് തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. പിന്നെ റുട്ടീൻ ഇവാലുവേഷൻ തന്നെയാണ് ബ്ലഡ് ചെക്കപ്പ്, അതുപോലെ തന്നെ എക്സ്റേ, മാമോഗ്രാം, ബയോപ്സി പോലുള്ള ചെക്കപ്പുകളിലൂടെ നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് നമ്മൾ ഏർലിയായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട്. ഇത് ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ ഒരു ദിനത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഓക്കെ, ഇപ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളത് ഏതൊരു രോഗത്തിനും ഏറ്റവും അത്യാവശ്യമാണ് മുൻകൂട്ടി തിരിച്ചറിയുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്. അതിന് എത്രത്തോളം ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പല ദിക്കിലും ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ക്യാൻസർ അവയർനെസ്സേക്കാൾ കൂടുതൽ തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ചില പച്ചിലകൾ, അതുപോലെ റേഡിയേഷൻ ഉണ്ടാവുന്ന, ഇപ്പോൾ ഗോമൂത്രം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു ക്ലാസ് എടുക്കാൻ പോയി, ഞാൻ കാഞ്ഞങ്ങാട് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഗോമൂത്രത്തിൽ നിന്ന് ധാരാളം റേഡിയേഷൻ ഉണ്ടാവുന്നുണ്ട്, ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിനെ അപ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ, ആത്തച്ചക്ക, ഇങ്ങനെയുള്ള പല ചെടികളും അതുപോലെ തന്നെ ഔഷധങ്ങളും ആണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പല എന്താ പറയേണ്ട വിദഗ്ധ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിൻ്റെ പേരിലാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ചില മെസ്സേജുകൾ നൽകുന്നുണ്ട്. ഇത് തീർത്തും തന്നെ നമ്മൾ അവഗണിക്കേണ്ടതാണ്. കാരണം സമൂഹം ഇത് വിശ്വസിക്കരുത്. സമൂഹം ഇത് വിശ്വസിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ചില എന്താ പറയേണ്ട അത്ഭുത സിദ്ധിയിലുള്ള ഭസ്മങ്ങൾ, ഔഷധങ്ങളാണെന്ന് പറഞ്ഞ് കാരണം ക്യാൻസർ രോഗികൾ എപ്പോഴും തന്നെ അവർ ചിന്തിക്കുന്നത് രോഗം എത്രയും പെട്ടെന്ന് ഭേദമാവണം, എനിക്ക് പൂർണ്ണ സൗഖ്യം വരണം എന്നുള്ള ഒരു ആകാംക്ഷ അവരുടെ മനസ്സിലുണ്ട്. ഇതിനെ മുതലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള തെറ്റായ മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത് തീർത്തും തന്നെ അവഗണിക്കണം. മാത്രമല്ല വിദഗ്ധ ഡോക്ടറുടെ, കാരണം ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതിന് പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാർ ധാരാളമുണ്ട്. അപ്പോൾ അവരുടെ ഉപദേശത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് മാലിഗ്നൻ കേസുകൾ, ക്യാൻസർ കേസുകൾ നമ്മൾ ചികിത്സിക്കാൻ പാടൂ എന്നുള്ളതാണ് എനിക്കൊരു അവസരത്തിൽ പറയാൻ. ഓക്കെ, അതുപോലെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കുറേ സ്റ്റേജസ് അല്ലേ, സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നൊക്കെ പറഞ്ഞു.
ഈ അവസാന ഘട്ടത്തിലെത്തുന്ന രോഗികൾക്ക് നമ്മൾ പാലിയേറ്റീവ് കെയർ, സാന്ത്വന ചികിത്സ എന്ന രീതിയിലാണ് കൊടുക്കാറുള്ളത്. ഇത് ശരിക്കും എത്രത്തോളം എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഈ സാന്ത്വന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ക്യാൻസർ പല ഘട്ടത്തിലെവിടെയാണ്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇപ്പോൾ മുഴയാണെങ്കിൽ മുഴ സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം മറ്റ് അവയവങ്ങളിലേക്ക് വരാതിരിക്കുവാനുള്ള ചികിത്സയുണ്ട്. ഇതും തന്നെ നമുക്ക് ആ രോഗിയുടെ പ്രതികരണ ശേഷിക്കനുസരിച്ചാണ് അത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ചില കേസുകളിൽ ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് മൂന്നാമത്തെ നാലാമത്തെ ഘട്ടം സർജറി കഴിഞ്ഞു, കീമോതെറാപ്പി റേഡിയോതെറാപ്പി കഴിഞ്ഞു, ഇവരുടെ ഇമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോവും. ചില കേസുകളിൽ മാറില്ല, ഇൻക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസേഴ്സ് ധാരാളമുണ്ട്. അത് മാത്രമല്ല അവർ ഒപ്പം അനുഭവിച്ച് വരുന്ന ചില അസുഖങ്ങൾ, ഇപ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ടിന് പ്രശ്നമുള്ള രോഗികളുണ്ടാവാം, ഡയബറ്റിക് രോഗികളുണ്ടാവാം, അതുപോലെ കിഡ്നി സംബന്ധമായ രോഗം ഉള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം, ഈ രോഗങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു മാരകമായൊരു അസുഖം. ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ രോഗം തീർത്തും പൂർണ്ണമായും ഭേദമാവില്ല എന്ന് പറയുന്ന രോഗികൾക്കാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ സാന്ത്വന പരിചരണം നൽകുന്നത്. ഇത് സാന്ത്വന പരിചരണം എന്നുള്ളത് വെറും ഒരു രോഗിയും അതുപോലെ തന്നെ ഒരു ഭിഷഗ്വരനും അല്ലെങ്കിൽ ഒരു ഡോക്ടറും മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് നടക്കുന്ന കാര്യമല്ല. കാരണം അവരുടെ ജീവിത സാഹചര്യം, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സാന്ത്വന പരിചരണം എന്നുള്ള ആ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പ്രധാനമായിട്ടും അവർ ഫേസ് ചെയ്യുന്ന മെയിനായിട്ട് സാമ്പത്തിക പ്രശ്നമാണ്. ഇത് നമുക്ക് കവർ ചെയ്യണം. അതോടൊപ്പം അവരുടെ വീട്ടിലെ സാഹചര്യം, നല്ല രീതിയിൽ അവർക്ക് മോട്ടിവേഷൻ, അവർക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം. പിന്നെ ഒരു ഒരു ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ അവർക്ക് ശരിയായിട്ടുള്ള ഉറക്കമുണ്ടോ, അതുപോലെ തന്നെ വേദനയുണ്ടോ, അതുപോലെ തന്നെ ഈ വ്രണം വേണ്ട വിധത്തിൽ പരിപാലിക്കുന്നുണ്ടോ. കാരണം ഈ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവർക്ക് ഈ ക്യാൻസർ വ്രണങ്ങൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു മെഡിക്കൽ കെയർ എന്നുള്ള അപ്പുറമായിട്ട് ഓക്സിലറി കെയർ, അതുപോലെ കുടുംബ സാഹചര്യം, അവർക്ക് മാനസികമായിട്ടുള്ള സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ, കാരണം ഉറക്കം എന്നുള്ളതിനൊപ്പം തന്നെ അവർക്ക് ആകാംക്ഷ കുറയ്ക്കുന്നതിനുള്ള ഔഷധങ്ങൾ നമ്മൾ നൽകേണ്ടി വരും. അവർക്കൊരു സാന്ത്വന പരിചരണം നമുക്ക് നൽകുന്നതാണ് ഈ സാന്ത്വന ചികിത്സ എന്നുള്ള ആ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഡോക്ടർ, ശരിക്കും ഇതിൻ്റെ ചികിത്സ ഏത് സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആവും ഏത് സ്റ്റേജിലാണെങ്കിൽ? അത് ഓരോ ക്യാൻസർ രോഗത്തിൻ്റെ, ഇപ്പോൾ ബ്രെയിൻ ട്യൂമേഴ്സ്, ഇപ്പോൾ ചെറുപ്പകളിൽ നിയോനാറ്റൽ, അതുപോലെ പെഡിയാട്രിക് ഓങ്കോളജി ആയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ അത് കൂടുതലും വരുന്നത് ലിംഫോമ, അതുപോലെ തന്നെ ബ്ലാസ്റ്റോമ എന്ന് പറയുന്ന പല കേസ്, അതുപോലെ തന്നെ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇത് ചില കേസുകൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷപ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് അതിനുശേഷം ഏജ് ആവുന്നതോട് കൂടിയിട്ട്, അത് 35-40 വയസ്സാവുന്ന സമയത്ത് സ്ത്രീകളിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ ഓവേറിയൻ ട്യൂമേഴ്സ്, പിന്നെ ഉണ്ടാകുന്ന ഗർഭപാത്രം അതോടനുബന്ധിച്ചിട്ടുള്ള ക്യാൻസേഴ്സ്, ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ഓറൽ ക്യാൻസേഴ്സ്, വായിലുണ്ടാകുന്നത് മാക്സിലറി ക്യാൻസേഴ്സ്, ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ്, പിന്നെ ലിവർ ക്യാൻസേഴ്സ്. ഇതൊക്കെ തന്നെ അതിൻ്റെ സ്റ്റേജ് ഇവാലുവേറ്റ് ചെയ്തും അതിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടും ഭേദമാവുക നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് കാണുന്നത് ജെറിയാട്രിക് ക്യാൻസേഴ്സ്. ഭൂരിഭാഗം പല കേസുകളിലും നമുക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുക്കാൻ സാധിക്കാതെ വരും. കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ. കാരണം മറ്റ് അസുഖങ്ങൾ കൂടെ വന്ന് കിടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ പാലിയേറ്റീവ് കെയർ കൊടുത്ത് അവരുടെ ഇനിയുള്ള ജീവിതം, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കേസുകളിൽ സാധിക്കുകയുള്ളൂ. ഓരോ കേസിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ക്യൂർ ആണോ ഇൻക്യൂറബിൾ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാർ ഓൾറെഡി സൂചിപ്പിച്ചു ഇമ്മ്യൂണിറ്റി എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഓങ്കോളജി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണോ തെറാപ്പിയാണ് ഏറ്റവും കൂടുതൽ ബേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇപ്പോൾ സർജറി ഉണ്ട്, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അതുപോലെ തന്നെ മെഡിസിൻസ്, ഇതെല്ലാം തന്നെ റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി വളരെ, കാരണം ഇതിൽ ഭൂരിഭാഗം പല മെഡിസിൻസ് ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയും, ഇമ്മ്യൂണിറ്റിനെ ഇല്ലാതാക്കുന്നതാണ് സാധാരണ ചെയ്യുന്നത്. ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ മാരകമായ അസുഖം തന്നെ
ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച ട്രീറ്റ്മെൻറ്റ്സും പലപ്പോഴും രോഗീനെ തീർത്തും അവശയാക്കും. മാത്രമല്ല ഈ ക്യാൻസർ സെല്ല് നശിക്കുന്നതോടുകൂടെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പല സെല്ലുകളും നശിക്കും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുക ഈ ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ആയിട്ടുള്ളൊരു സെല്ലുകളെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഞങ്ങളുടെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലും തന്നെ ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, ഈ ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാനുള്ള സെല്ലിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഞാനടക്കമുള്ള ഹോമിയോപ്പതി ഡോക്ടർമാർ സാധാരണയായിട്ട് ഈ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഡോക്ടർ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ശരിക്കും ഹോമിയോപ്പതിക്കുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ശരിക്കും ക്യാൻസർ പോലെയുള്ള ഒരു മാരകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കാർന്ന് തിന്നുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അസുഖത്തിന് ഹോമിയോപ്പതി എത്രത്തോളം എഫക്റ്റീവ് ആണെന്നാണ് ഡോക്ടർക്ക് തോന്നുന്നത്? ഹോമിയോപ്പതി ഇപ്പോൾ എൻ്റെ ഒരു ചികിത്സയുടെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്. ഞങ്ങൾക്ക് വേറൊരു ഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയാം. പലപ്പോഴും രോഗിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഡോക്ടർമാരാണ് ഹോമിയോപ്പതി ഡോക്ടർമാർ. മറ്റ് പല ചികിത്സാ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുള്ള സംശയങ്ങളും അതിനെ സംബന്ധിച്ച മറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് പോലും, കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുടുംബ ഡോക്ടർ എന്നുള്ളൊരു പരിഗണന സാധാരണ രോഗികൾ തരാറുണ്ട്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ. പിന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇപ്പോൾ പലപ്പോഴും മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ, ഇപ്പോൾ കീമോതെറാപ്പി റേഡിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബാഡ് ഇഫക്ട്സ് ആയിട്ടുള്ള വായിലെ അൾസേഴ്സ്, അതുപോലെ തന്നെ സിവിയർ വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അവർ ഇമ്മ്യൂണിറ്റി കുറയും. ഇപ്പോൾ അവരുടെ ആധുനിക ശാസ്ത്രം ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ചികിത്സയുടെ കൂടെ തന്നെ നമ്മുടെ ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കാൻ വേണ്ടി ധാരാളം രോഗികൾ വരാറുണ്ട്. എസ്പെഷ്യലി അവരുടെ പല മരുന്നുകളും കഴിക്കുമ്പോൾ അവരുടെ ബ്ലഡ് കൗണ്ടിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ, ഹീമോഗ്ലോബിൻ കുറയാം, അതുപോലെ തന്നെ ചില പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ടിൽ ചില വ്യത്യാസങ്ങളെല്ലാം സാധാരണ സംഭവിക്കാറുണ്ട്. ഈ സമയത്ത് അപ്പോൾ അവർ പറയും നമുക്ക് ബ്ലഡിൽ കൗണ്ട് വളരെ കുറവാണ്, അത് കാരണം നമുക്ക് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ചെയ്യാൻ പറ്റില്ല, നിങ്ങളത് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്ന പറയുന്ന സമയത്താണ് ഞാൻ സാധാരണ നമുക്ക് ഞങ്ങളുടേതായ ചില മെഡിസിൻസ് ഉണ്ട്. അതായത് ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ബ്ലഡ് കൗണ്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചില മെഡിസിൻസ് നമുക്ക് കൂടെ കഴിക്കാൻ സാധാരണ വരാറുണ്ട്. പിന്നെ ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചോളം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കോസ്മെറ്റിക് പ്രോബ്ലംസ്, സൗന്ദര്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ, ദേഹം കരുവാളിക്കൽ, അതുപോലെ തന്നെ കറുത്ത ഡോട്ട്സുകൾ വരൽ, ഇതെല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കാൻ സാധാരണ വരാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പിന്നീട് സന്തോഷമായിട്ടുള്ളത് നമ്മൾ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് വളരെ കാലങ്ങളോളം മെഡിസിൻസ് ഞങ്ങളുടെ യൂസ് ചെയ്യാറുണ്ട്. വീണ്ടും ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് റിക്കറൻറ്റ് ചെയ്യാതിരിക്കാൻ, വീണ്ടും തിരിച്ചു വരാതിരിക്കാനുള്ള ഔഷധങ്ങളും ഹോമിയോപ്പതിയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗവൺമെൻറ് തലത്തിലും ഒക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുണ്ട്. പ്രൈവറ്റ് ഡോക്ടേഴ്സും തന്നെ നല്ല രീതിയിൽ ഈ ക്യാൻസറിന് ഉള്ള ചികിത്സകൾ നൽകുന്ന സ്ഥാപനങ്ങളും ധാരാളമുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ രോഗികൾ നമ്മുടെ കേരളത്തിൽ വളരെയധികം കൂടുതലാണ് അല്ലേ? ഇത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റം കൊണ്ട് വന്നിട്ടുള്ളതാണോ, അതോ ഭക്ഷണ രീതികളിൽ നിന്ന് ഈ അസുഖം വരാനുള്ള സാധ്യത ശരിക്കും ഉണ്ടോ? ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ക്യാൻസറിനെ സംബന്ധിച്ചോളം ഡെയിലി 147 മുതൽ 150 ക്യാൻസർ രോഗികളാണ് ഡെയിലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം നമ്മളെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ജീവിതശൈലിയെ സംബന്ധിച്ചോളം ജീവിത നിലവാരം വളരെ ഉയർന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ പോലും ക്യാൻസറിൻ്റെ ശരാശരി ആവറേജ് കണക്ക് വെച്ച് 2ാം സ്ഥാനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ധാരാളം ക്യാൻസർ രോഗികൾ കാണാനുണ്ട്. എസ്പെഷ്യലി തൈറോയിഡ് ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ്. പിന്നെ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് കൊളോറക്ടൽ ക്യാൻസേഴ്സ്, ആമാശയം, അതുപോലെ തന്നെ കോളൻ, നമ്മുടെ കുടൽ, മലാശയ ക്യാൻസറുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചോളം അർബൻ ഏരിയ, അതായത് ടൗണിൽ ജീവിതത്തിലുള്ള ലേഡീസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ്. റൂറൽ ഏരിയയിൽ സർവൈക്കൽ ക്യാൻസേഴ്സ്, ഗർഭാശയ മുഖ ക്യാൻസേഴ്സാണ് കൂടുതൽ കാണുന്നത്. ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നതാണ്. കാരണം അർബൻ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഏറ്റവും കൂടിയിട്ടുള്ള ലേഡീസിലാണ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് റിപ്പോർട്ട് നമുക്ക് കാണുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. ഇതിനെന്താണ് അടിസ്ഥാന കാരണമെന്ന് ചിന്തിക്കുമ്പോഴാണ്
നമുക്ക് ഇതിലൊരു ഒരു സർവേ നടത്തിയപ്പോൾ അമിതമായിട്ടുള്ള ഹോർമോൺ അടങ്ങിയിട്ടുള്ള ചികിത്സ അതുപോലെ തന്നെ ഈ മെഡിസിൻസ് കൂടുതൽ എടുത്ത സ്ത്രീകളിൽ ഇതിൽ കൂടുതൽ കാണുന്നുണ്ട്. കാരണം ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ അടങ്ങിയിട്ടുള്ള മാസമുറ നിയന്ത്രിക്കുന്നതിനുള്ള ഔഷധങ്ങൾ ആവശ്യത്തിനോ അനാവശ്യത്തിനോ കഴിക്കുന്ന ശീലം. പിന്നെ നമ്മൾ ഇന്ന് ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് ചിക്കൻ. ചിക്കനിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, പലപ്പോഴും ഹോർമോൺ കുത്തിവെച്ച് ഇതിനെ 40 ദിവസം കൊണ്ട് വലിയ ഒരു മൃഗമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിലെല്ലാം നടക്കുന്ന എന്താ, നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺസ് കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ തൈറോയിഡ് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയിഡ് കൂടുതലുണ്ട്. തൈറോയിഡ് ക്യാൻസേഴ്സും അതുപോലെ തന്നെ ഗോയിറ്ററും കൂടുതൽ വരുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം ഈ ചിക്കൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു എന്താ പറയേണ്ട മായം കലർന്ന ചിക്കൻ, നമുക്ക് ഹോർമോൺ കൂടുതലായിട്ടുള്ള ചിക്കൻ ഇതിൽ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ മലബാർ ഏരിയയിൽ ഞാൻ പറഞ്ഞു കൊളോറക്ടൽ ക്യാൻസേഴ്സും ആമാശയ ക്യാൻസേഴ്സും കുടൽ ക്യാൻസേഴ്സാണ് കൂടുതൽ കാണുന്നത്. ഇതും തന്നെ നമ്മുടെ ഭക്ഷണശീലം, കാരണം നമ്മൾ വളരെ വൈകി നൈറ്റിലെ ഭക്ഷണമാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. പിന്നെ എരു മസാലകൾ കലർന്ന ഭക്ഷണങ്ങൾ ഇതിൽ വലിയൊരു സ്വാധീനമുണ്ട് കുടൽ ക്യാൻസേഴ്സിന്. പിന്നെ ഗ്രിൽ ചിക്കൻ, നമ്മൾ കരിയിച്ച് എടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ എരു, പിന്നെ ചുട്ടെടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൽ ഈ പറയുന്ന പൊട്ടറ്റോ ചിപ്സ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം, നമ്മുടെ തൊഴിൽപരമായിട്ട് നമുക്ക് പല, അതുപോലെ തന്നെ അമോണിയ ഗ്യാസ്, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി സമ്പർക്കം പെടുന്ന, ഇപ്പോൾ ഈ കശുവണ്ടി ഫാക്ടറിയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ മെലനോമ എന്ന് പറയുന്ന ത്വക്ക് രോഗ ക്യാൻസേഴ്സിന് കൂടുതൽ സാധ്യത കാണുന്നത്. അതെല്ലാം നമുക്ക് ഈ പറയുന്ന മാറ്റിവെക്കാമെങ്കിൽ പോലും നല്ല ഭക്ഷണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വിശ്രമം, അതോടൊപ്പം തന്നെ പ്യൂരിറ്റി ഉള്ള ഭക്ഷണം, അതായത് നമുക്ക് വൃത്തി ഉള്ള ഭക്ഷണം, അതുപോലെ തന്നെ കൂടുതൽ മായം കലരാത്ത ഭക്ഷണങ്ങൾ, പിന്നെ പെസ്റ്റിസൈഡ്സ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ മന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല ഭക്ഷണ സാധനങ്ങളിലും കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് അത് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഇത് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. നമ്മൾ ടിൻ ഫുഡുകളും പ്രിസർവ്ഡ് ഫുഡുകളായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും, ഇറച്ചിയായാലും ശരി, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡുകളായാലും ശരി, കഴിയുന്നതും ഒഴിവാക്കണം. ഇതെല്ലാം കാർസിനോജനിക് ആണ്, ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നു. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഭക്ഷണ രീതിക്കും കൂടിയും പ്രാധാന്യമുണ്ട് എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ ചില തൊഴിൽ മേഖലയിലുള്ളവർ, അപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു ഒരു 2 ക്ലാസിഫിക്കേഷൻ. ഇതിനപ്പുറം ചില ജോലികളിൽ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ? പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലങ് ക്യാൻസേഴ്സിന്റെ പോസിബിലിറ്റി ഉണ്ട്. കാരണം ആസ്ബറ്റോസ് ഫാക്ടറികൾ, അതുപോലെ തന്നെ കോറിയിൽ എന്ന് പറഞ്ഞാൽ സിലിക്കോസിസ് വരാം, കാരണം സിലിക്ക അതുപോലെ പൊടികൾ, അത് ലങ് ക്യാൻസേഴ്സിന്, അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ടിലെ ചില ക്യാൻസേഴ്സിനൊക്കെ കാരണമുണ്ട്. പിന്നെ ഉള്ളത് ഏറ്റവും മുന്നേ സമൂഹത്തിൽ, ഇപ്പം ഞാൻ മിസോറാമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുണ്ട് ഇന്ത്യയിൽ വെച്ചിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ടൊബാക്കോ ഇൻഡ്യൂസർ ആയിട്ടുള്ള ടൊബാക്കോ ആണ് അതിൻ്റെ പ്രധാന കാരണം. കേരളത്തിലും തന്നെ ഒരു കാലങ്ങളിൽ, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ മാക്സിലറി, അതുപോലെ തന്നെ ഓറൽ ക്യാൻസേഴ്സ്, വായിലെ ക്യാൻസേഴ്സുകളും അതുപോലെ തന്നെ ത്രോട്ടിലെ ക്യാൻസേഴ്സും വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഗവൺമെൻറ് വളരെ കർക്കശമായിട്ട് തന്നെ ടൊബാക്കോ നിരോധനം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ കുറേ ക്യാൻസേഴ്സ്, അത്തരത്തിലുള്ള ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ പുകവലി, ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ചില നിയമങ്ങളുള്ള കാരണം കുറച്ചൊക്കെ അതിൽ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ൻ്റെ ബേസ്, നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ തൊഴിൽ, നമ്മുടെ ശരിയായ വിശ്രമമില്ലായ്മ, ആഹാരശീലം, ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ കൂടുതൽ കാണാനുള്ള കാരണമുള്ളത്. അതുപോലെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഫൈബ്രോയിഡ് അല്ലെങ്കിൽ നിരുപദ്രവകാരിയായിട്ടുള്ള മുഴകൾ എന്നുള്ളത് അല്ലേ. പലപ്പോഴും അത് സർജറി ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ സർജറി അല്ലാതെ മെഡിസിനിലൂടെ ഇതെല്ലാം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഹോമിയോപ്പതി ഇതിൽ ഈ പറയുന്ന ബിനൈൻ ട്യൂമേഴ്സിന് കൂടുതലായിട്ടും നമുക്ക് ഹോമിയോപ്പതി ആശ്രയിക്കാറുണ്ട്. പലപ്പോഴും ഇപ്പോൾ 35 അല്ലെങ്കിൽ 40 വയസ്സിനുള്ള സ്ത്രീകളിൽ പലപ്പോഴും മുഴ കാണുമ്പോൾ അവർ സർജറി ചെയ്യാൻ സാധാരണയായിട്ട് മടിക്കും. കാരണം അവരുടേതായ ചില സൗന്ദര്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ മെൻസസ് നിൽക്കുന്ന കാരണം ചില ഹോർമോൺ, കാരണം പിന്നീടും ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഉണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഗർഭപാത്രം എടുത്തു കളയുന്നത് അവർക്ക് അത്ര വലിയൊരു താല്പര്യമുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ തൈറോയിഡ് ട്യൂമേഴ്സ്, അതായത് ഗോയിറ്റർ പോലുള്ള ചില മുഴകൾ,
പിന്നെ കാണുന്നത് ബ്രസ്റ്റിലുള്ള മുഴകൾ. അതും തന്നെ ഈ പറയുന്ന ചെറുപ്പ കാലങ്ങളിൽ ഈ മുഴകൾ നീക്കം ചെയ്യുമ്പോൾ അവരുടേതായ സൗന്ദര്യത്തിൻ്റെ ഒരു ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതെല്ലാം തന്നെ ഹോമിയോപ്പതിയിൽ ഞങ്ങളുടെ അടുത്ത് ധാരാളം ട്രീറ്റ്മെൻറ്റിന് വരാറുണ്ട്. പൂർണ്ണമായിട്ടും മാറിയിട്ടുള്ള ധാരാളം കേസുകളിൽ നമുക്ക് എൻ്റെ തന്നെ ചികിത്സാ അനുഭവങ്ങളിലുണ്ട്. സർ, ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ് അല്ലേ? ഈ ഒരു ദിവസത്തിൽ സാറിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? വേൾഡ് ക്യാൻസർ ഡേ ഞാൻ ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വലിയൊരു ക്യാമ്പയിനിങ് ആണ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു മാരക വിപത്തിനെതിരെ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിക്കൊണ്ട്, കാരണം സമൂഹം മനസാക്ഷിക്ക് ഈ ഒരു എന്താ പറയേണ്ട അവസ്ഥ, കാരണം ക്യാൻസർ രോഗികളോടുള്ള നമ്മുടെ സമീപനം, അവരും തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ ഒരുപാട് വേദനകൾ, അവർ സോഷ്യോ എക്കണോമിക്കൽ പ്രോബ്ലം, അവരുടെ സാമ്പത്തികം സാമൂഹികമായുള്ള ചുറ്റുപാട് എന്താ പറയേണ്ട ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതിന് ഉപരിയായിക്കൊണ്ട് ഇനി ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗം അനുഭവിക്കുന്ന ജനങ്ങൾ ഇവിടെ കൂടി വരാൻ പാടില്ല. അതിന് തക്കവണ്ണം നമ്മുടെ ഗവൺമെൻറ് തലത്തിലും നോൺ ഗവൺമെൻറ് തലത്തിലും സന്നദ്ധ പ്രവർത്തകരും തന്നെ വളരെ എന്താ പറയേണ്ട അവെയറായിക്കൊണ്ട് അതിന് വേണ്ടത് നമുക്ക് നല്ല വെള്ളം വേണം, നല്ല ഭക്ഷണം വേണം, കൃത്യമായിട്ടുള്ള ക്യാൻസർ മോണിറ്ററിങ്, അത് ഈ സംവിധാനം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ അതുപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ഒരു മഹാവിപത്തിനെതിരെ നമുക്ക് മുന്നേറാം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, ഒരുപാട് നന്ദി. ശരിക്കും ക്യാൻസറിനെ നമ്മളെല്ലാവരും പേടിയോടെ കാണുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അവെയർനെസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായിട്ടുള്ള അവെയർനെസ് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മളിന്ന് സംസാരിച്ച വിഷയം ക്യാൻസറിനെ പറ്റിയാണ്. ശരിക്കും ശരിയായിട്ടുള്ള അവെയർനെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തുടക്കം തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ശരിക്കും അത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ചികിത്സാ രീതി കൊണ്ട് തന്നെ ഒരുവിധം മാറ്റാം എന്നുള്ളത് തന്നെയാണ് ഡോക്ടറുടെ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വിഷയമായി. അതുവരയ്ക്കും നന്ദി.